السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും നമ്മുടെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്നും വന്നു പോയ പിഴവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണം പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ എല്ലാവരുടെയും ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. അവരുടെ ഖബറിൽ സ്വർഗത്തിൽ നിന്നൊരു വാതിൽ അവരുടെ ഖബറിലേക്ക് തുറന്നു കൊടുക്കട്ടെ. സത്യവിശ്വാസികളെ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ്, സൂറത്ത് ബഖറയിൽ നിന്നുള്ള ആയത്തുകളാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അള്ളാഹു നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون. ولما جاءهم رسول من عند الله مصدق لما معهم. അവരുടെ പക്കലുള്ള വേദത്തെ ശരിവെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു ദൂതൻ അഥവാ പ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അടുക്കൽ ചെന്നപ്പോൾ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. വലമ്മ ജാഅഹും റസൂലും മിൻ ഇൻദില്ലാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അടുക്കൽ വന്നപ്പോൾ എന്താണ് നബിയെ പറ്റി പറയുന്നത്? മുസദ്ദിഖുൻ ലിമാ മഅഹും നബദ ഫരീഖുൻ മിനല്ലദീന ഊതുൽ കിതാബ കിതാബല്ലാഹി തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്, ആ ഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാസ്തവമാക്കിക്കൊണ്ടാണ് നബിയുടെ വരവിനെ സംബന്ധിച്ച് അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രവാചകൻ അവരുടെ അടുക്കൽ വന്നപ്പോൾ എന്ത് ചെയ്തു? അവർ അവരുടെ ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ അവർ യാതൊരു പരിചയവുമില്ലാത്തവരെ പോലെ പുറകോട്ട് വലിച്ചെറിയുകയാണ് ചെയ്തത്. നബദ ഫരീഖുൻ എന്ത്? കിതാബല്ലാഹി വറാഅ ളുഹൂരിഹിം കഅന്നഹും ലാ യഅലമൂൻ, അവർക്ക് യാതൊരു പരിചയവുമില്ലാത്ത നിലയിൽ. വറാഅ ളുഹൂരിഹിം ഐ ലം യഅമലൂ ബിമാ ഫീഹി, അതിലുള്ളത് അനുസരിച്ച് അവരൊന്നുമേ ചെയ്തില്ല. എന്താണ് ആ തൗറാത്തിലുള്ളത്? മിനൽ ഈമാനി ബിർറസൂലി, റസൂലിനെ കൊണ്ട് വിശ്വസിക്കണം എന്ന് പറഞ്ഞ കാര്യം അവർ എന്ത് ചെയ്തു? അറിയാത്തവരെ പോലെ അവർ വലിച്ചെറിഞ്ഞു. അവരവർ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. കഅന്നഹും ലാ യഅലമൂന മാ ഫീഹി, അതിലുള്ള ഒരു കാര്യങ്ങളും അവരറിയാത്തവരെ പോലെ ഒരു പരിപാടി. ഐ മിൻ അന്നഹു നബിയ്യു ഹഖിൻ, ഇത് യഥാർത്ഥമായ പ്രവാചകനാണ്, സത്യസന്ധമായ പ്രവാചകനാണ് എന്ന വിഷയമാണ് അതിലുള്ളത്. പക്ഷെ അത് അവരെന്താക്കിയില്ല, അവരതിനെ ഉൾക്കൊള്ളാതെ പുറകോട്ട് വലിച്ചെറിയുകയാണ് ചെയ്തത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ അവിശ്വസിച്ചു. യഹൂദന്മാരെ സംബന്ധിച്ചാണ് ഈ പറയുന്നതൊക്കെ കേട്ടോ. അതായിരുന്നു അവരുടെ സ്ഥിതി. വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാന വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാത്തീന കഫറൂ യുഅല്ലിമൂന അന്നാസ അസ്സിഹ്റ വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത വമാറൂത് وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه
മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ് ഫലബിഅസ മാ ശറൗ ബിഹി അൻഫുസഹും ലൗ കാനൂ യഅലമൂൻ വത്തബഉ മാ തത്ലു ശയാത്തീൻ. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചാണ് പറയാൻ പറ്റുന്നത്. വത്തബഉ മാ തത്ലു ശയാത്തീൻ അലാ മുൽക്കി സുലൈമാൻ. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കിട്ടിയ രാജാധികാരം കിട്ടിയതിൻ്റെ രഹസ്യം എന്തെന്ന പേരിൽ ചെയ്തു ഷാജുക്കൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്നത് അവർ ഇസ്രായേൽ പിൻപറ്റുകയും ചെയ്തു. വത്തബഉ ഇസ്രായേൽ പിൻപറ്റി. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം എങ്ങനെയാണ് ഈ രാജാധികാരം കിട്ടിയത് എന്നുള്ള കാര്യം ഷാജുക്കൾ പറഞ്ഞു പരത്തിയതിനെ അവരെന്ത് ചെയ്തു? പിൻപറ്റിക്കൊണ്ടിരുന്നു. വമാ ഖഫറ സുലൈമാനു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ആണെങ്കിലോ ദൈവത്തെ നിഷേധം കാണിച്ചിട്ടുമില്ല. അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളാണ്. പക്ഷേ വലാകിന്ന ശയാത്തീന, ഷാജുക്കൾ, കഫറു, അവരെന്താക്കി? സത്യനിഷേധം ഉൾക്കൊണ്ടുപോയി. യുഅല്ലിമൂനന്നാസ സിഹ്റ, ജനങ്ങൾക്ക് സിഹർ, മാന്ത്രിക വിദ്യ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പിശാചുക്കളാണ് ദൈവനിഷേധത്തിൽ ഏർപ്പെട്ടത്. സിഹറെ അവർ പഠിപ്പിച്ചു. വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത്ത് വമാറൂത്ത്. ബാബിൽ എന്ന് പറയുന്ന സ്ഥലം, അഥവാ അത് ഇറാഖിൻ്റെ ഒരു ചരിഞ്ഞ പ്രദേശമാണ്. ഇറാഖിലെ ഒരു പ്രദേശമാണ് ബാബിൽ എന്ന് പറയുന്നത്. ലകിന്ന ശയാത്തീന കഫറു സുലൈമാൻ യുഅല്ലിമൂന നാസ സിഹ്റ വയുഅല്ലിമൂന മാ അൻസല മിനൽ മലക്കൈൻ. രണ്ട് മലക്കുകൾ ഇറക്കി. എവിടെയാണ്? ബിബാബിൽ, ബലദുൻ ഫി സവാദിൽ ഇറാഖ്. ഇറാഖിൻ്റെ ചരിവിൽപ്പെട്ട ഒരു പ്രദേശമാണ് ബാബിൽ. അവിടെ എന്ത് ചെയ്തു? രണ്ട് മലക്കുകളെ അള്ളാഹു മനുഷ്യരായിട്ട് ഇറക്കി, മനുഷ്യരൂപത്തിൽ. എന്നിട്ട് ഹാറൂത്തും മാറൂത്തും, അവരുടെ പേരാണ് ഹാറൂത്തും മാറൂത്തും എന്നത്. അങ്ങനെ രണ്ട് മലക്കുകളെ എന്താക്കി? ബാബിലോണിൽ അള്ളാഹു അവർക്ക് രണ്ട് മലക്കുകളെ ഇറക്കിക്കൊടുത്തു. എന്തിനാണെന്ന് അറിയാമോ അവരെ ഇറക്കിയത്? വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്ന. അവർ പറഞ്ഞു, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഏത് പരീക്ഷണമാകും, ഞങ്ങളുടേത് ഒരു പരീക്ഷണമാണ്. പക്ഷേ അതിനാൽ ഇത് ഉപയോഗിച്ച് നിഷേധത്തിൽ ഏർപ്പെടരുത്. നിങ്ങൾ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ടുള്ള രീതിയിൽ നിങ്ങൾ ജീവിക്കരുത്. അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്ന. ഞങ്ങൾ ബലിയത്താണ് മിനല്ലാഹി ഇലന്നാസി, അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണ് കേട്ടോ. യംതഹനഹും ബിതഅലീമിഹി, അതുകൊണ്ട് അവർ പരീക്ഷയ്ക്കും ഇതിനെ പഠിപ്പിച്ചു കൊടുക്കലുണ്ട്. ഫമൻ തഅല്ലമഹു, അതിനാര് പഠിച്ചോ കഫർ, സത്യനിഷേധ. വമൻ തറക്കഹു ഫഹുവ മുഅ്മിൻ. ഈ സിഹർ എന്ന് പറയുന്ന മാരണം പഠിക്കാതെ ഉപേക്ഷിക്കുന്നവരാരോ അവർ മുഅ്മിനാവുകയും സിഹർ മാരണവിദ്യ പഠിക്കുന്നത് അവരാരോ അവർ നിഷേധികളാകുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ജനങ്ങളെ ഇത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നമാ നഹ്നു ഫിത്ന ബലിയത്തും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള ഇലന്നാസ്, ജനങ്ങളിലുള്ള പരീക്ഷണമാണ് കേട്ടോ. അതിൽ നിങ്ങൾ വിജയിക്കണം. അതുകൊണ്ട് ഫലാ തക്ഫുർ ബിതഅലീമിഹി, ഇത് പഠിക്കൽ കൊണ്ട് നിങ്ങൾ സത്യനിഷേധികൾ ആകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിതിനെ പഠിപ്പിക്കുന്നത്. ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ ബിസൗജിഹി. ഭാര്യ ഭർത്താക്കന്മാരുടെയിൽ ഭാര്യ ഭർത്താവിനോടോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോടോ ക്രോധമുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. മനസ്സിലായില്ലേ? ഭാര്യ ഭർത്താക്കന്മാരുടെയിൽ അവർക്ക് ഭിന്നതയുണ്ടാക്കാനുള്ള തന്ത്രങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. അത് വളരെ അപകടമാണ്. ഞങ്ങൾ പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾ പഠിക്കരുത്, അതിലേക്ക് വരരുത് എന്ന് പറഞ്ഞു. പക്ഷേ അവരെന്ത് ചെയ്തു? അത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ചിഹ്ന ഭിന്നമാക്കുന്ന അല്ലെങ്കിൽ വേർതിരിവുണ്ടാക്കുന്ന കാര്യങ്ങൾ. വമാഹും ഈ സഹറതി സഹർ യുളാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. സിഹർ ചെയ്താൽ പോലും അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ അതുകൊണ്ട് യാതൊരാൾക്കും ഒരു ദ്രോഹവും ചെയ്യാൻ അവർ കഴിയുകയുമില്ല.
അള്ളാഹുവിൻ്റെ അനുമതി വേണം. അള്ളാഹുവിൻ്റെ അനുവാദത്തോടുകൂടി മാത്രമേ അതിന് പറ്റുകയുമുള്ളൂ. അപ്പോൾ സിഹിർ എന്നത് മാരണവിദ്യ വളരെ മോശമായ കാര്യമാണ്, ആർക്കും ചെയ്യാൻ പാടില്ലാത്തതുമാകുന്നു. വയത്തഅല്ലമൂന മാ യളറൂനഹും വലാ യൻഫഉനഹും, അവർക്ക് ഉപയോഗമോ ഉപദ്രവമോ ഇല്ലാത്ത ഒരു കാര്യം. ലമനിസ്തറാഹു മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവരെന്ത് ചെയ്തു? അവര് വലഖദ് അലിമു ലമനിസ്തറാഹു മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ഈ കാര്യം, അതായത് ഉപദ്രവം ഉണ്ടാക്കുന്നതും ഉപയോഗമില്ലാതുമായ അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചേ വരൂ. പക്ഷേ അവർ പഠിപ്പിച്ചു, അത് ആ വിദ്യ ആറ് വാങ്ങി അഥവാ കൈവശപ്പെടുത്തിയോ അവർക്ക് പരലോകത്ത് യാതൊരു വിധമായിരിക്കുന്ന വിഹിതവും ഉണ്ടായിരിക്കുന്നതല്ല. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള അനുഗ്രഹങ്ങൾ, ഗുണങ്ങൾ അവർക്ക് പരലോകത്ത് ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല. വലബിഅസ മാ ശറൂ ബിഹി അൻഫുസഹും ലൗ കാനൂ യഅലമൂൻ, അവർ ഏതൊന്നുകൊണ്ടാണോ അവരെന്ത് കച്ചവടമാക്കിയത്, വാങ്ങിച്ചത്, അത് വളരെ മോശമായതാണ്. അവർ അറിയുമെങ്കിൽ, ലൗ കാനൂ യഅലമൂൻ, അവർ അറിഞ്ഞിരുന്നെങ്കിൽ അവർ ചെയ്ത പരിപാടികളൊക്കെ വളരെ മോശമാകുന്നതാണ്, വളരെ മോശമായതാണ്. അപ്പോൾ ഈ സിഹിർ എന്നത്, അതായത് മാരണവിദ്യ എന്നത് മനുഷ്യരുടെ ഇടയിൽ ഛിന്ന ഭിന്നമാക്കുന്നതിനും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിനും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ വേർതിരിവുണ്ടാക്കുന്നതിനുമായ ഈ പരിപാടികൾ ചെയ്യുന്നവർ, അതുകൊണ്ട് അവർ എന്താണോ ഭൗതിക ജീവിതത്തിൽ അവർ ആഗ്രഹിച്ച് വാങ്ങിച്ചത്, അവർ വാങ്ങിയതൊക്കെ അവർക്ക് ചീത്ത തന്നെയാണ്. നാളെ അവർക്ക് പരലോകത്തത് ഉപയോഗപ്പെടുകയുമില്ല, ഈ വിവരം അവരറിഞ്ഞിരുന്നുവെങ്കിൽ. അപ്പോൾ സിഹിർ ചെയ്യുക, ഒരു മനുഷ്യനെ മാരണവിദ്യയിലേക്ക് ഉൾപ്പെടുത്തുക, മാരണം ചെയ്യുക എന്നത് വളരെ മോശമായ പ്രവൃത്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വളരെ കുറ്റകരമായതാണ്. മനുഷ്യനെ ബുദ്ധിമുട്ടിൽപ്പെടുത്താൻ വേണ്ടി സിഹിർ ചെയ്യുക. സിഹിർ ചെയ്യുന്നവരും ചെയ്യിക്കുന്നവരും വളരെ മോശമായ പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഒരു കാലത്തും അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? സിഹിറിനെ ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനോ പാടില്ലാത്തതാണ്. യൂതർക്ക് ബോധ്യമാം പൂർവവേദങ്ങളെ സ്വീകരിച്ചിടുന്നോരീസ പ്രവാചകൻ, സത്യപ്രമാണങ്ങൾ ഉദ്ധരിച്ചിടുവാൻ അല്ലാഹു കൽപ്പിച്ചയച്ചു വന്നിടിനാൻ. ഈസാ പ്രവാചകൻ നിങ്ങൾക്ക് തന്നൊരു സാരമാം വേദപ്രമാണങ്ങളൊക്കെയും ഒട്ടുപേർ ഗൂഢമായി നിന്ദിച്ചു തള്ളിനാർ. കഷ്ടമിപ്പാപികൾക്കില്ലയോ ബോധ്യവും. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറഞ്ഞതാണത്. പക്ഷെ അവരെന്ത് ചെയ്തു? യഹൂദന്മാർ അവർ സത്യനിഷേധമായ രീതിയിലാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഇഷ്ടദാസന്മാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയ പിഴവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ഗുരുവന്മാർ, സഹോദരന്മാർ, ഇഷ്ടജനങ്ങൾ എല്ലാവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. സ്വർഗത്തിൽ നിന്നൊരു വാതിൽ അവരുടെ ഖബറിലേക്ക് തുറന്നു കൊടുക്കട്ടെ. പോലും മബ്റൂർ ഹജ്ജും സിയാറത്തും കുടുംബസമേതം എത്രയും പെട്ടെന്ന് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ വർഷം ഹജ്ജ് നിർവഹിച്ച എല്ലാ ഹജ്ജാജിമാരുടെയും ഹജ്ജുമ്മമാരുടെയും ഹജ്ജ് മഖബൂലും മബ്റൂറുമായ ഹജ്ജുകളുടെയും മറളിയ സിയാറത്തിൻ്റെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അവരുടെ ദുആകളിൽ അള്ളാഹു നമ്മയും ചേർക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.